തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ നട്ടം തിരിഞ്ഞ യാത്രക്കാർ. അശാസ്ത്രീയ ട്രാഫിക് നിയന്ത്രണങ്ങൾ മൂലം മുതുവറ പുഴയ്ക്കലിൽ ഗതാഗതക്കുരുക്ക് മുറുകുന്നു. റോഡ് പുനർനിർമ്മാണ പ്രവൃത്തികൾ തൃശൂർ നഗരം തൊട്ടതോടെ ഗതാഗതക്കുരുക്കും യാത്രക്കാരുടെ ദുരിതവും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കൽ മുതൽ മുതുവറ വരെ താണ്ടുക എന്നത് യാത്രക്കാരെ സംബന്ധിച്ചിപ്പോൾ ഏറെ വെല്ലുവിളിയാണ്. റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കിയുള്ള പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മറുഭാഗത്തു കൂടിയാണ് ഇരുവശത്തേക്കും ഒരേ സമയം വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതാകട്ടെ പലപ്പോഴും, പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും, വലിയ ഗതാഗതക്കുരുക്കാണ് മേഖലയിൽ സൃഷ്ടിക്കുന്നത്. വലിയ ചരക്ക് വാഹനങ്ങളും ബസ്സും കാർ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ കൂടി എത്തുന്നതോടെ കിലോമീറ്ററുകളോളം ദൂരം കുരുക്ക് നീളുന്നത് പതിവായി. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇതിൽ പെടുന്നതും നിത്യസംഭവമാണ്. നാലും കൂടിയ മുതുവറ ജംഗ്ഷനിൽ വലിയ വാഹനങ്ങൾ ക്രമം തെറ്റിച്ച് പ്രവേശിക്കുന്നതും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഫലപ്രദമല്ലാത്തതും കുരുക്ക് രൂക്ഷമാക്കുന്നുണ്ട്. പുഴയ്ക്കൽ റോഡിലേക്കുള്ള കവാടമായ പൂങ്കുന്നത്തേക്കെത്തുന്ന വാഹനങ്ങൾ നിലവിൽ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറേക്കോട്ട വഴിയാണ് വഴിതിരിച്ചു വിടുന്നത്. ഇതുമൂലം പൊതുവെ തിരക്കേറിയ പടിഞ്ഞാറേക്കോട്ടയിലെ സ്ഥിതിയും കൂടുതൽ രൂക്ഷമാക്കി. ഇവിടെയും ട്രാഫിക് നിയന്ത്രണമാണ് ഗതാഗതക്കുരുക്ക് കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇതിനു പുറമെ പോലീസിന്റെ അശാസ്ത്രീയ ട്രാഫിക് നിയന്ത്രണം ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നു എന്നതിന് ഏറ്റവും മികച്ച തെളിവുകളിലൊന്നാണ് പാട്ടുരായ്ക്കൽ ജംഗ്ഷനിലെ അവസ്ഥ. സ്വരാജ് റൗണ്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ പൂങ്കുന്നത്തേക്കും, പൂങ്കുന്നം, വിയൂർ, അശ്വിനി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ തിരികെ തിരുവമ്പാടി ക്ഷേത്രം ഭാഗത്തേക്കും കടക്കേണ്ട പാതയുടെ പകുതിയിലധികവും ബാരിക്കേഡും വീപ്പുകളും നിരത്തിയാണ് പോലീസ് അടച്ചിരിക്കുന്നത്. ഇതുമൂലം ഒരേ സമയം ഇരു ദിശകളിലേക്കും ചെറുവാഹനങ്ങൾ പോലും കടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പ്രദേശത്തെ അനധികൃത വാഹന പാർക്കിങ്ങും മറ്റൊരു കാരണമാണ്. ഇതെല്ലാം പാട്ടുരായ്ക്കൽ ഓവർബ്രിഡ്ജിൽ അടക്കം ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഇനിയെങ്കിലും ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ശാസ്ത്രീയവും യുക്തിസഹജമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV തൃശൂർ.